ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാകട്ടെ. ഒളിമ്പസ് ഒരു പ്രകൃത്യാത്മീയ ദർശനമാണെന്നും പ്രകൃത്യാത്മീയതയെ ആധാരമാക്കിയുള്ള ഒരു സമൂഹം, ഒരു ഗോത്രം ആണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോ അതിന്റെ ധാരയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏവരും ഒരു പൊതുവിശ്വാസധാരയിലേക്ക് എത്തേണ്ടതാണെന്നും ഒരു പൊതു കേന്ദ്രത്തിലേക്ക് തന്റെ ധർമ്മങ്ങളെ സന്നിവേശിപ്പിച്ചു നിൽക്കുന്നതായിരിക്കണമെന്നും ഒരു നിഷ്കർഷയുണ്ട്. പ്രകൃതി എല്ലാ വ്യവസ്ഥകൾക്കും ഒരു ന്യൂക്ലിയസ് നൽകിയിരിക്കും എന്നതുപോലെ ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന സുസ്ഥിര ജീവന ജ്ഞാനം, സുസ്ഥിര ജീവജ്ഞാനത്തിലേക്ക് മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ശരീരത്തിന്റെ വിവിധ മണ്ഡലങ്ങളെയും ഏകോപിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയാണ് നമുക്കൊരു പൊതു സാധനാക്രമം വേണം എന്ന രീതിയിൽ നാം ആലോചിച്ചു പോയത്. അതിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി നമ്മൾ പിന്തുടരുന്ന ഒന്ന് ചിട്ടപ്പെടുത്തിയെടുത്തതാണ് ചയോഗ സാധന. ചയോഗ സാധന എന്ത് എന്ന് പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ ഉദ്ദേശ്യം. അതിനെക്കുറിച്ച് നമ്മളിവിടെ പ്രാഥമികമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ചയോഗ സാധന യുണൈറ്റ്സ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഫോർ ഹോളിസ്റ്റിക് വെൽബീയിങ്. ചയോഗ സാധന ഇത് ഒളിമ്പസ് രൂപകൽപ്പന ചെയ്ത ഒരു ചലധ്യാന പരിശീലനമാണ്. ചയോഗ വ്യക്തിയിലെ അനേകം അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള ഒരു സമഗ്ര പ്രായോഗിക ഒറ്റമൂലിയാണ്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ബോധാത്മകതയോടെ ഏകോപിപ്പിക്കുന്നതിന് ചയോഗ സഹായിക്കുന്നു. ഗുരുവന്ദനവും പ്രാണധ്യാനവും ചെയ്യുന്നതിലൂടെ ഭൗതികവും പ്രാണാത്മകവുമായ ഗുരുത്വം ലഭിക്കുന്നു. ബന്ധുത്വ മനനം, സാമൂഹികമായ ജാലികത്വവും നാഡിശുദ്ധി, വൈബ്രേറ്റോ മുതലായവ ഊർജ ശുഭീകരണവും നൽകുന്നു. ശീതളിയും ശീൽക്കാരിയും ശരീരമനോജാലികകളുടെ താപനിയന്ത്രണം നടത്തുന്നു. ലിഡ്ഗോയും സാക്ഷ്യവും ഉള്ളിലെ തടസ്സങ്ങൾ വിട്ടൊഴിയാനും മനഃപൂർണതയ്ക്കും സഹായിക്കുന്നു. ഭൂധ്യാനം ആധ്യാത്മിക ചൈതന്യവുമായി ബന്ധപ്പെടുത്തുന്നു. കോട്ടക്കാർവിന്റെ ആദ്യ 4 ഭൗതിക നൃത്തങ്ങൾ ശരീര ഊർജത്തെ ഉണർത്താനും വസ്തു സ്ഥല ദിശാബോധങ്ങളും വികസിപ്പിക്കാനും സഹായിക്കുന്നു. അവസാനമായി വിശ്വവന്ദനം മുഖേന ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങൾ സമഗ്രമായി സജീവമാക്കുന്നു. ഇതെല്ലാം ചേർന്ന് ശുദ്ധീകരണം, ഏകോപനം, ഊർജ സമീകരണം, മനസ്സാന്ത്വനം, സമഗ്രബന്ധം, ആത്മബോധം എന്നിവയുടെ സമന്വയം സാധ്യമാകും. അതിനാൽ തന്നെ ചയോഗ സാധന ഒരു വ്യക്തിയുടെ ശരീര, ജീവ, മാനസ ആത്മങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള സമഗ്ര മാർഗമാണ്. ചയോഗയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. ഇതാണ് ഇന്നത്തെ പ്രമേയം. ഈ ചയോഗ സാധന എന്നുള്ളതിലേക്ക് ഞാൻ എത്തിയതിനൊരു ചരിത്രമുണ്ട്. ഞാൻ 1986 87 മറ്റോ ആണ് എൻ്റെ ഗുരു മണിയേട്ടന്റെ അടുത്തേക്ക് എത്തുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടേക്ക് എന്റെ ബന്ധുവായിരുന്ന സേതു അങ്കിൾ എത്തിക്കുന്നത്. അപ്പൊ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒക്കെ ഉണ്ട്. അതിന് കൃത്യമായിട്ട് മറുപടി സ്വയം കണ്ടെത്തണം. ആ സ്വയം കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് ആത്മബോധമാണ്. ആത്മബോധത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സിദ്ധസാധനയാണ്. സിദ്ധസാധനയുടെ ആ ഒരു സിദ്ധവിദ്യ കൈവശമാക്കണമെങ്കിൽ കുറെ യോഗ പരിശീലനങ്ങളിലൂടെ കടന്നു പോകണമെന്നായിരുന്നു ആശ്രമത്തിലെ ചിട്ട. അങ്ങനെ യോഗ പരിശീലനത്തിലൂടെ കടന്നുപോയി. 24 മുഖ്യ ആസനങ്ങൾ യമനിയമങ്ങൾക്ക് ശേഷം പാലിച്ച്, ശരീരശുദ്ധി വരുത്തി യമനിയമങ്ങൾ പാലിച്ച്, പിന്നെ ഓരോ ആഴ്ചയും ഓരോന്ന് വീതം 24 ആസനങ്ങൾ, മുഖ്യ ആസനങ്ങൾ പഠിച്ച് അത് കൃത്യമായി വഴക്കത്തോടുകൂടി കാണിച്ചു കൊടുക്കുന്നവർക്കും ആ 24 ആഴ്ചകളിലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുമാണ് ഈ ദീക്ഷ കിട്ടുക. അങ്ങനെ ദീക്ഷ കിട്ടിക്കഴിഞ്ഞ് അതിന്റെ പ്രയോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ
അത് സിദ്ധ വിദ്യ പ്രയോഗിക്കുന്ന സമയത്ത് അതിന്റെ ക്രമീകരണത്തിന് വേണ്ടി, അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ പഠിപ്പിച്ച മറ്റൊന്നുണ്ട്, യോഗനൃത്തം എന്ന് പറയുന്നത്. യോഗനൃത്തം എന്ന് പറയുന്നത്, യോഗനൃത്തം എന്നൊക്കെ പറഞ്ഞാലും യോഗനൃത്തമല്ല, ജപനൃത്തമാണ്, കുണ്ടലിനി നൃത്തമാണ്. അപ്പൊ ഈ കുണ്ടലിനി നൃത്തത്തെ കുറിച്ച് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ കുണ്ടലിനി നൃത്തത്തിന്റെ മറ്റു ചില വകഭേദങ്ങളും, അതായത് ശിവനാട്ട തുടങ്ങിയ വകഭേദങ്ങളും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ കുണ്ടലിനി നൃത്തം എന്നുള്ളത് എന്നിൽ താല്പര്യം ഉണ്ടാക്കിച്ച ഒരു കാര്യം. ഈ കുണ്ടലിനി നൃത്തത്തിന് ഒരു പ്രാചീന യുക്തിയുടെ സ്വാധീനമുണ്ട്. യോഗശാസ്ത്രത്തിൽ പലയിടത്തും പ്രാചീന യുക്തിയുടെ സ്വാധീനം നമുക്ക് കാണാം. ആ പ്രാചീന യുക്തിയുടെ സ്വാധീനം ഈ കുണ്ടലിനി നൃത്തത്തിനുമുണ്ട്. അതൊരു പക്ഷെ ശിവതാണ്ഡവത്തിനും ഒക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുണ്ടലിനി നൃത്തം എന്ന് പറയുന്നതിന്റെ ആ പ്രാചീന യുക്തിയുടെ സ്വാധീനം ഒഴിവാക്കിയിട്ട് അതിനെ താളാത്മകമായി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് ഞാൻ കുറെ നാൾ അന്വേഷിച്ചതാണ്. ഞാൻ പലതരത്തിൽ ചെയ്തു നോക്കി. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു 35 വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തതിൽ നിന്നാണ് ഈ ഇന്ന് കാണുന്ന ചയോഗ സാധനയുടെ പ്രാഥമിക രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ചയോഗ സാധനയ്ക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള രൂപമാണ് ഇവിടെ നമ്മൾ പൊതുജനത്തിന്റെ സമക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു ഡൈനാമിക് മെഡിറ്റേഷൻ ആണ്. അതായത് മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ണടച്ച് ഒരിടത്ത് ഇരുന്ന് ആണല്ലോ ധ്യാനം പരിശീലിക്കുക, അല്ലെ? ധ്യാനം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, തനിയെ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ധ്യാനത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ധ്യാനധാരണ എന്ന രീതിയിൽ നമ്മൾ കണ്ണടച്ച് ഒരിടത്തിരിക്കുകയും ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുകയും അല്ലെങ്കിൽ ശരീരത്തിനെ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യണം. ഏതൊരു കാര്യവും അതിൽ മാത്രമായി ഇരുന്ന് ചെയ്യുമ്പോഴാണ് അത് ധ്യാനമാകുന്നത്. ധ്യാനം നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് സംഭവിക്കലാണ്. ഉറക്കം പോലെ, പ്രണയം പോലെ അത് സംഭവിക്കലാണെന്ന് നമുക്കറിയാം. അപ്പോ പക്ഷെ നമ്മൾ യോഗത്തിലാവുകയാണ് വേണ്ടത്, അല്ലെ? നമ്മൾ ഈ യോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പ്രകൃതിയുമായി ഏകധാരയിലാകുന്ന ഒരവസ്ഥയാണ് ഈ യോഗം എന്ന് പറയുന്നത്. അങ്ങനെ യോഗത്തിൻ്റെതായ ഒരു വഴിയിലേക്ക് എത്തണമെങ്കിൽ പ്രാകൃതികമായ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പരിസ്ഥിതികളും പ്രകൃതിയും എല്ലാം തമ്മിലുള്ള ഒരു ഏകധാരയിലാകണമെങ്കിൽ നമ്മൾ ഒരിടത്ത് ഇരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നു, ശരിയാണ്. പക്ഷെ ജീവിതത്തിന്റെ ഏറിയ പങ്കും സമയം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലനത്തിന്റെ ആ ഒരു വഴിയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് യോഗത്തിലാകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രാക്ടീസ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ചയോഗ സാധന ഉടലെടുക്കുന്നത്. അപ്പൊ അവിടെ ഈ ചലിക്കുമ്പോഴും യോഗത്തിലാകുന്ന, ചലിക്കുമ്പോഴും ധ്യാനത്തിലാകുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് ചലധ്യാനം എന്ന് പറയുന്നത്. അപ്പോ ഈ ചയോഗ എന്ന് പറയുന്നത് ചലധ്യാനമാണ്, ഡൈനാമിക് മെഡിറ്റേഷനാണ്. ചലിക്കുന്ന സമയത്തും യോഗത്തിലായിരിക്കുന്ന ഒന്ന്, ചലിക്കുന്ന സമയത്തും ധ്യാനത്തിലാകേണ്ടുന്ന ഒന്ന്. അത് സംഭവിക്കേണ്ടതാണ്, ഒറ്റയടിക്ക് സംഭവിക്കില്ല. അത് ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ചെയ്ത് കുറെ കഴിയുമ്പോൾ ഒരു നാൾ അത് ആ ധ്യാനം സംഭവിക്കും. പക്ഷെ അത് ചലനത്തിലായിരിക്കുമ്പോഴാണ്, അല്ല നിശ്ചലതയിലായിരിക്കുമ്പോഴല്ല, ചലനത്തിലായിരിക്കുമ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത്. നിശ്ചലതയിൽ സംഭവിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ചലനത്തിൽ സംഭവിക്കും എന്നുള്ളത്. ചയോഗ എന്നുള്ള ആ ഒരു പ്രാക്ടീസ് ഒരു വ്യക്തിയിലെ അനേകം അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള ഒരു സമഗ്ര പ്രായോഗിക ഒറ്റമൂലിയാണ്. ഒറ്റമൂലിയുടെ പ്രത്യേകത അറിയില്ല, ഒരു മരുന്ന് കഴിച്ചാൽ എല്ലാ അസുഖം മാറുന്നുള്ളത്. അതുപോലുള്ള ഒരു ഒറ്റമൂലിയാണ്. ചയോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമുണ്ട്. എന്നുവെച്ചാൽ അസുഖങ്ങൾ, അതുപോലെ മുട്ടുവേദന, നമ്മുടെ ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ നമ്മുടെ രക്തചംക്രമണം ഇല്ലായ്ക, അതുപോലെ തന്നെ ഈ ഷുഗർ കംപ്ലൈന്റ്, ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾക്കുള്ള ഒരു റെമഡിയാണ് ഈ ചയോഗ സാധനയുടെ ഫിസിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതേസമയം അത് മൈൻഡ് ബോഡി കണക്ഷനെ കൃത്യമായിട്ട് ക്രമീകരിക്കും. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സ് ഇതിന്റെ ഒപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. ആ സഞ്ചരിക്കാൻ പ്രത്യേക പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. ചയോഗ സാധനയിൽ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. വീഡിയോ നോക്കി ചെയ്തവർക്ക് അത് മനസ്സിലാവില്ല. അത് നേരിട്ട് എറർ കറക്ഷൻ ആയിട്ട് വരുന്ന ആളുകൾക്കാണ് അത് മനസ്സിലാവുക. അപ്പോൾ അതിൽ ഓരോ ചലനത്തിലും ഓരോ തരം മനോവ്യാപാരങ്ങളുണ്ട്. ഈ മനോവ്യാപാരങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി. അപ്പൊ മനസ്സിനെ ശരീരത്തോടൊപ്പം, നമ്മുടെ ചലനത്തോടൊപ്പം കൂടെ നിർത്തുന്നു എന്നുള്ളത്. 3, നമ്മുടെ ആത്മം എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മുടെ ആത്മം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഈഗോയെയാണ്. ആ ഫണ്ടമെന്റൽ ഈഗോ എന്ന് പറയുന്നത്
ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് എങ്ങനെയെല്ലാം ആയിരിക്കുന്നു, അവ എങ്ങനെ അതിന്റെ ധർമ്മം പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടാണ് അതിനെ ക്രമീകരിക്കുന്നത്. ആ ഫണ്ടമെന്റൽ ഈഗോയുടെ മുകളിൽ വന്നു കയറിയിട്ടുള്ള ഈഗോട്ടിസം, നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചത്, ആ ഈഗോട്ടിസം എന്നുള്ളതിനെ എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളത് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതിനെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്ന ശരീരശുദ്ധിയോടുകൂടി, ശരീരത്തിന്റെ ശുദ്ധമായ ഒരു അവസ്ഥയോടുകൂടി അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാക്ടീസിലൂടെ അനുഭവിച്ച് ബോധ്യമാക്കുക. അപ്പോ അത്തരത്തില് ഇപ്പൊ മനസ്സ്, ശരീരം, ആത്മം, അതുപോലെ തന്നെ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ജീവിത പ്രക്രിയകളിൽ പലതരം പ്രക്രിയകൾ. നമ്മുടെ സർവൈവൽ ഒരു പ്രക്രിയയാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരു പ്രക്രിയയാണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരു പ്രക്രിയയാണ്, നമ്മുടെ എസ്തെറ്റിക്സ് ആൻഡ് വാട്ട് ടു സേ നമ്മുടെ അനുകമ്പ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇവയെല്ലാം ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ ഒരു പ്രക്രിയയാണ്, കണക്ടിങ് ടു ദ അബ്സല്യൂട്ട് എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയകളെല്ലാം വരിയായിട്ട് ക്രമത്തോടു കൂടി ഇവയെല്ലാം ക്രമീകരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഈ യോഗ സാധനം നിത്യേന പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഉണ്ടാവും. അപ്പോൾ അതായത് ശരീരം, മനസ്സ്, ആത്മാവ്, ചലനം, പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ബോധാത്മകതയോടെ, ശ്രദ്ധയോടെ, അറിവോടെ ഏകോപിപ്പിക്കുന്നതിന് ചയോഗ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതില് ആദ്യ പ്രാക്ടീസ് നമ്മൾ ഇരുന്നു കൊണ്ടുള്ളതും നിന്നുകൊണ്ടുള്ളതും നൃത്തം ചെയ്തുകൊണ്ടുള്ള പല പ്രാക്ടീസുകളുണ്ട്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ അതിലേക്ക് കയറുന്നത് ഗുരുവന്ദനം ഉപയോഗിച്ചിട്ടാണ്. ഗുരുവന്ദനം, പ്രാണധ്യാനം, ഇതെല്ലാം എന്താണെന്നുള്ളത് പരിശീലനത്തിന് വരുന്ന സമയത്ത് പറയാം. ഗുരുവന്ദനവും പ്രാണധ്യാനവും ചെയ്യുന്നതിലൂടെ ഭൗതികവും പ്രാണാത്മകവുമായ ഗുരുത്വം ലഭിക്കുന്നു. അതായത് ശരീരത്തിന് ഗുരുത്വം ലഭിക്കുന്നു, ജീവിതത്തിന് ഗുരുത്വം ലഭിക്കുന്നു, പ്രാണന് ഗുരുത്വം ലഭിക്കുന്നു. ഈ ഗുരുത്വം എന്ന് വെച്ചാൽ നമ്മുടെ ധർമ്മ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ധർമ്മ പദ്ധതിയോട്, നമ്മുടെ ധർമ്മം എന്താണോ ആ ധർമ്മം എന്തെന്ന് അറിഞ്ഞ് അത് അറിയാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവുക. നമുക്കിപ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നിരിക്കട്ടെ, വിശക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നിരന്തര പ്രേരണ എന്ന് പറയുന്നത് ഭക്ഷണം അകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു പ്രേരണയായിട്ട്, ടെംപ്ടേഷനായിട്ട് അതിങ്ങനെ നിൽക്കും. അതുപോലെ നമ്മുടെ ഗുരുത്വത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന, നമ്മളെ നിരന്തരം നിലനിർത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ആ ഗുരുത്വം ക്രമീകരിക്കുന്നതാണ് ഗുരുവന്ദനം. അതുപോലെ തന്നെ പ്രാണധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള, ചലനാത്മകമായിട്ടുള്ള, ധർമ്മപരമായിട്ടുള്ള ആ ഗുരുത്വമാണ് നമുക്ക് പ്രദാനം ചെയ്യുക. ബന്ധുത്വമനനം എന്ന് പറയുന്ന വേറൊരു പ്രാക്ടീസ് ഉണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ തെരുവുകളിലുമൊക്കെ അവതരിപ്പിച്ച് ആളുകളെ മാനസികമായിട്ട് ഒരു സാമൂഹ്യ ജാലികയുടെ ഭാഗമാക്കിയ ഒരു പ്രക്രിയ. നമ്മുടെ പങ്കജാക്ഷക്കുറുപ്പിന്റെ സൃഷ്ടിയായ ആഗോള മാനുഷിക ധ്യാനത്തിന്റെ ഒരു വികസിത രൂപമാണ്. അപ്പൊ ആ രൂപത്തില് നമ്മൾ ബന്ധുത്വമനനം എന്നുള്ള ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ബന്ധുത്വ മനനം സാമൂഹികമായിട്ടുള്ള ജാലികത്വവും ഉണ്ടാക്കിത്തരും. ജാലിക എന്ന് വെച്ചാൽ അറിയാലോ, നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവാൻ, സാമൂഹ്യ ജാലികയുമായിട്ട് മാനസികമായിട്ട് കണക്ട് ആവാൻ ഈ ബന്ധുത്വ മനനം എന്നുള്ളത് നമ്മളെ സഹായിക്കും. നമുക്ക് ഈ മത്സരങ്ങള്, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ചുറ്റുമുള്ള സമൂഹം മുഴുവൻ നമ്മുടെ ബന്ധുക്കളാണെന്ന് ഉള്ള ഒരു ശരീര ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഈ ബന്ധുത്വ പഠനത്തിന് കഴിയും. അതുപോലെ നാഡിശുദ്ധി, വൈബ്രേറ്റോ തുടങ്ങിയ അവയുണ്ട്. നാഡിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സ്ത്രൈണ പൗരുഷങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്ന, തുലനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയ. അതല്ലാതെ തന്നെ ശരീരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നാഡിശുദ്ധി ചെയ്യുന്നു. അതുപോലെ തന്നെ വൈബ്രേറ്റോ എന്നുള്ളൊരു പ്രാക്ടീസ് ഉണ്ട്. ശരീരം മുഴുവൻ ഉറപ്പിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ശ്വാസക്രമത്തിലല്ല. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള, ശരീരത്തിന്റെ ഓരോ നാഡികളിലും ജോയിന്റുകൾ ഉണ്ട്. ഈ ജോയിന്റുകളിൽ കീഴിലുള്ള ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ഡെപ്പോസിറ്റുകളെ, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെപ്പോസിറ്റുകളെ ഇളക്കി വെക്കും. അവിടെയൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള കാര്യങ്ങളെ ഇളക്കി കളയും. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പലതരം പ്രശ്നങ്ങളും ഈ എനർവേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടുണ്ടാകും. എനർവേഷൻ എന്ന് വെച്ചാൽ നാഡിശക്തിയുടെ ശോഷണം. നാഡിശക്തിയുടെ ശോഷണം കൊണ്ട് സംഭവിക്കുന്ന
ഡെപ്പോസിറ്റുകളാണ് ശരീരത്തിൽ ടോക്സീമിയ അല്ലെങ്കിൽ വിഷസങ്കലനമായിട്ട് മാറുന്നത്. ഈ വിഷസങ്കലനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ, വിഷസങ്കലനം സംഭവിക്കുന്നതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ ജോയിന്റുകളാണ്, ശരീരത്തിന്റെ ജോയിന്റുകൾ. ഇപ്പോൾ നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് തുടങ്ങിയവ മാത്രമല്ല, നമ്മുടെ ഓരോ നാഡീ കേന്ദ്രങ്ങളും ഇതുപോലെയുള്ള ജംഗ്ഷൻസ് ആണ്, ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന ജംഗ്ഷൻസ് ആണ്. ഈ ജംഗ്ഷൻസിൽ നിന്നും ഇതിനെയെല്ലാം ഇളക്കിക്കളയുക എന്നുള്ളതാണ് വൈബ്രേറ്റോ ചെയ്യുന്നത്. മാത്രമല്ല അതിലൂടെ അങ്ങനെ ഇളക്കിക്കളയുന്ന സമയത്ത് അതിലൂടെയുള്ള ഊർജ്ജപ്രവാഹം ക്രമീകരിക്കും. അടുത്തതാണ് ശീതളി എന്ന് പറയുന്നത്. ശീതളി എന്ന് പറയുന്നത് ശരീരം ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഈ വൈബ്രേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് ഉണ്ടാവുന്ന താപം, ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള താപം, ഈ താപത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ശീതളി ചെയ്യുന്നത്. അതേസമയം ശീത്കാരി എന്ന് പറയുന്നത് ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെയും താപമടക്കി കൊണ്ടുപോകുന്നതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ചില ശുചീകരണ പ്രക്രിയകൾ കൂടെ അതിനൊപ്പം ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതോടുകൂടി ശരീരമണ്ഡലത്തിൽ കിടക്കുന്ന പല മാലിന്യങ്ങളെയും നമ്മൾ ബോധത്തോടു കൂടി തള്ളി താഴത്തേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതിനെ വിസർജിക്കാൻ പാകത്തിലാക്കുന്ന ഒരു പ്രോസസ്സ് കൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അപ്പോ ശീതളിയും ശീത്കാരിയും ശരീര മനോജാലികളുടെ താപനിയന്ത്രണം നടത്തുന്നു എന്നാണ് പറഞ്ഞു. ലെറ്റ്ഗോ എന്ന് പറയുന്നത്, ലെറ്റ്ഗോയും സാക്ഷ്യവും ഉള്ളിലെ തടസ്സങ്ങൾ വിട്ടൊഴിയാനും മനഃപൂർണ്ണതയ്ക്കും സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള 2 പ്രാക്ടീസുകളാണ് ലെറ്റ്ഗോയും സാക്ഷ്യവും. ലെറ്റ്ഗോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന, നമ്മളെ ഇളക്കിക്കളഞ്ഞ കാര്യങ്ങളെ എല്ലാം വെളിയിലേക്ക് കളയുക എന്നുള്ളതാണ്. അത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി കളയുക എന്നുള്ളത്, അതാണ് മനഃപൂർണ്ണത ഉണ്ടാകുമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ചലനങ്ങളെയും സ്പന്ദനങ്ങളെയും ഒഴുക്കുകളെയും എല്ലാം ശ്രദ്ധിച്ച് അതിലായിരിക്കുന്ന ഒരവസ്ഥയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, എല്ലാ പ്രാവശ്യവും അത് ചെയ്യില്ല. ഈ ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ ഹൂ ചെയ്യില്ല, ഹൂ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് ഗോ ചെയ്യില്ല. അങ്ങനെയാണ് നമ്മുടെ പ്രാക്ടീസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഹൂ എന്നുള്ള ധ്യാനമുണ്ട് ലെറ്റ് ഗോയ്ക്ക് പകരം ചെയ്യാവുന്നത്. അത് കുറച്ചുകൂടെ പ്രാക്ടീസിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഹൂ ധ്യാനം ആധ്യാത്മിക ചൈതന്യവുമായി ബന്ധപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ശുചീകരണം കഴിഞ്ഞിട്ട് മുകളിൽ ആ ആധ്യാത്മിക ബന്ധവുമായിട്ട് ആധ്യാത്മിക അവസ്ഥയുമായിട്ട്, പ്രാപഞ്ചിക ചലനാത്മകതയുമായിട്ട്, പ്രാപഞ്ചിക ബോധവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അതിന് നമ്മുടെ യൂണിവേഴ്സൽ ഡൈനാമിസത്തിന്റെ പ്രാദേശിക പതിപ്പായ പ്രാണനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നും, ഇപ്പൊ ചിഗോങ് പോലുള്ള സംവിധാനങ്ങളിൽ നിന്നും യോഗശാസ്ത്രത്തിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അടുത്ത് വരുന്നതാണ് കോട്ടക്കാവ്. കോട്ടക്കാവ് നമ്മുടെ സ്വന്തം പ്രാക്ടീസാണ്. കോട്ടക്കാവിന്റെ ആദ്യ 4 ഭൗതിക നൃത്തങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. 4 എണ്ണമാണ്. കോട്ടക്കാവിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിലെ 4 നൃത്തങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ശരീര ഊർജത്തെ ഉണർത്താനാണ് ഒന്ന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്തിയെടുക്കാൻ. 2 വസ്തു സ്ഥല ദിശാബോധങ്ങൾ വികസിപ്പിക്കാനായിട്ട്. വസ്തുബോധം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും എന്തൊക്കെ ഓബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ സ്പേഷ്യോ ഡിറക്ഷണൽ സെൻസസ് ഡെവലപ്പ് ചെയ്യാനാണ് ഇത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിലൂടെ ശരീരത്തിന്റെ ഊർജചാലനം, നമുക്ക് ഏതു വഴിക്ക് പോകണം, ശരീരത്തിന്റെ അകത്ത് ഏത് വഴിക്ക് പോകണം, പുറത്ത് ഏത് വഴിക്ക് പോകണം എന്നുള്ള കാര്യം അതിനകത്തുനിന്നും നമുക്ക് ബോധ്യപ്പെടും, നമ്മൾ അനുഭവിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് ഇത്രത്തോളം തന്നെ വലിപ്പമുള്ള മറ്റൊന്നാണ്, അത് വിശ്വവന്ദനം എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരു വലിയ ഏരിയ കവർ ചെയ്യുകയാണ്. അത് ശരീരത്തിന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ സമഗ്രമായി സജീവമാക്കലാണ്. ശരീരത്തിന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ്, അവയെല്ലാം എങ്ങനെയാണ് ഉണർത്തേണ്ടത്, അവയെല്ലാം എങ്ങനെയാണ് ചാലനം ചെയ്യേണ്ടത്, അവയെല്ലാം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, ഇതിനെ മുഴുവൻ നമ്മുടെ ബോധത്തെ സാക്ഷ്യപ്പെടുത്തി നമ്മളിത് ചെയ്ത് പരിശീലിക്കണം. ഇതെല്ലാം തന്നെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ കണക്ഷനിലുള്ള പ്രാക്ടീസാണ്. ഇവയെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് ശുദ്ധീകരണം, ഏകോപനം എന്നുള്ളതെല്ലാം നടക്കും. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മം ഇവയുടെ ഒരു ശുദ്ധീകരണം നടക്കും. ഇവ തമ്മിലുള്ള ഏകോപനം നടക്കും. ഇവയുടെ ഊർജ സമീകരണം നടക്കും. എവിടെയെങ്കിലും ഇംബാലൻസ് ഉണ്ടാകുന്ന രീതിയിൽ ആ ഊർജ സമീകരണം നടക്കും. മനസ്സിന് വല്ലാത്ത തരം സാന്ത്വനമുണ്ടാകും. അതുപോലെ തന്നെ ശരീരം, മനസ്സ്, അതുപോലെ തന്നെ ആത്മം തുടങ്ങിയവയും ഇതിന്റെ ഓരോ ഭാഗങ്ങളും, ഇപ്പൊ കയ്യും കാലും, കയ്യും തലയും അല്ലെങ്കിൽ കാലും തലയും ഇവയെല്ലാം തമ്മിലുള്ള സമഗ്ര ബന്ധം എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. ആ സമഗ്ര ബന്ധത്തെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ആത്മബോധം, നമ്മുടെ ആത്മം എങ്ങനെയാണ് നിൽക്കുന്നത്, സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പതുക്കെ പതുക്കെ തെളിയാൻ തുടങ്ങും. നിത്യസാധകർക്ക് അത് കൃത്യമായി ബോധ്യമാകും. ഇവയുടെ സമന്വയം നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ചയോഗ സാധനയുടെ പ്രത്യേകത. അതിനാൽ തന്നെ ചയോഗ സാധന ഒരു വ്യക്തിയുടെ ശരീര, ജീവ, മാനസാത്മങ്ങളെ
ഏകോപിക്കാനുള്ള ഒരു സമഗ്ര മാർഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്ന സാധനകൾ, ആധ്യാത്മിക സാധനകളിൽ പ്രാണസാധന അല്ലെങ്കിൽ സിദ്ധവിദ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ പൂർണ്ണമായും നയിക്കാനുള്ള ഒരു പ്രാഥമിക രൂപമാണ് ഈ ചയോഗ സാധന എന്നുള്ളത്. ഇനി സിദ്ധവിദ്യയിലേക്ക് ഒരാൾ എത്തുന്നില്ലാതിരിക്കട്ടെ, എത്താതിരിക്കുമ്പോൾ പോലും ഒരു വ്യക്തിക്ക് ആവശ്യമായ സമഗ്രമായ ശരീരത്തിന്റെ ശുചീകരണത്തിന്, മനസ്സിന്റെ ശുചീകരണത്തിന്, ആത്മത്തിന്റെ ശുചീകരണത്തിന്, ജീവിതത്തിന്റെ ശുചീകരണത്തിന്, അതായത് ബന്ധങ്ങള്, സമ്പത്ത്, പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ബാലൻസ് നൽകുന്ന ഒരു പ്രോസസ്സാണ് ചയോഗ സാധന. നിരന്തരമായിട്ട് ചെയ്യുന്നവർക്ക് ആണ് അതിന്റെ ഫലം കിട്ടുക. ഒരു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ നമുക്കത് എന്നുള്ളത് കേൾക്കാനോ അറിയാനോ കഴിയുള്ളൂ. ഓരോ പ്രാവശ്യം ചെയ്യണം. ഫിസിക്കലി അത് ആദ്യം കാണണം, എന്താണെന്ന് അതിന്റെ ക്രമം പഠിക്കണം. ക്രമമായി പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ പതുക്കെ അതിനകത്ത് ബോധത്തെ എങ്ങനെ നിർത്തണം, ചലനത്തെ എങ്ങനെ നിർത്തണം, നോട്ടം എങ്ങോട്ട് വേണം, തിരിച്ചൽ എങ്ങോട്ട് വേണം, കൈ എങ്ങനെ ഉണർത്തണം, കൈ എങ്ങനെ മടക്കണം എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ, ശ്വാസം എങ്ങനെ കൊണ്ടുപോകണം, ശ്വാസം എവിടെ നിർത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അത് സാധന ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ പൂർണ്ണ ഫലം കാണുക. ഇത് തന്നെ ഇപ്പോ തന്നെ പല ആളുകൾക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും, ഇപ്പൊ ഒന്ന് സ്ക്രീനിൽ വന്നുപോയ സൻഫിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഫലസിദ്ധി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. ഫലസിദ്ധി എന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഒട്ടേറെ ഘട്ടങ്ങളിൽ അതുണ്ട്. അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ നിൽക്കുന്ന പലരും. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഫലസിദ്ധി കൈവരണമെന്നുണ്ടെങ്കിൽ നിരന്തര സാധനയിലൂടെ കടന്നു പോകണം. ആ നിരന്തര സാധനയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഈ അവതരണം അവസാനിപ്പിക്കുകയാണ്. ചയോഗ സാധനയെ കുറിച്ചുള്ള ഈ ഒരു പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുകയാണ്. ചയോഗ സാധന പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.